മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്, പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് വരാതിരിക്കാൻ പറ്റില്ല അല്ലെ. വെക്കേഷൻ ആണ്, അതിപ്പോ കഴിയും. എങ്കിലും ടീച്ചർ പറയാണ്, എന്ത്? യെസ്, ഒന്നുമില്ല. ഇതെന്താണ്? പുസ്തകമാണല്ലേ. ടീച്ചർ പിന്നെയും പുസ്തകം കൊണ്ട് വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. എനിക്കറിയാം, എന്റെ കുട്ടികൾ എല്ലാവരും വെക്കേഷൻ സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും. കാരണം എന്താണ്? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളതാണ് പുസ്തകം അല്ലേ. കുഞ്ഞുണ്ണി മാഷാണ് അങ്ങനെ പറഞ്ഞത്. പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളതാണത്രേ പുസ്തകം. പുസ്തകം എന്ന് പറഞ്ഞാൽ പുസ്തകം തന്നെയാണ് അല്ലേ. പഴമക്കാര് നമ്മളെ പുസ്തകത്തിന് പുസ്തകം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് പുസ്തകത്തിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് ആര്? കുഞ്ഞുണ്ണി മാഷിലെ. പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളത്, പുതിയ കാര്യങ്ങൾ അകത്തുള്ളതാണ് പുസ്തകം എന്ന്. അപ്പൊ ടീച്ചറെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താണ്. നിങ്ങൾ തമ്മിലൊക്കെ കണ്ടതുപോലെ എന്താണ്, ഒന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ആരാണ് തന്റെ പുസ്തകത്തിലൂടെ, തന്റെ എഴുത്തിലൂടെ നമ്മളോട് പറഞ്ഞത്? മലയാളത്തിന്റെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ അല്ലെ, അക്ഷര സുൽത്താൻ അല്ലെ, ബേപ്പൂർ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീർ. ആരാണിത്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഒരു സംശയം ഇല്ലല്ലോ അല്ലെ. ടീച്ചർ ഇവിടെ പേര് പോലും അദ്ദേഹത്തിന്റെ എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ചിത്രം കാണുന്ന സമയത്തും മലയാളത്തിന്റെ സ്വന്തം അല്ലെ ബേപ്പൂർ സുൽത്താൻ എന്ന് കേൾക്കുന്ന സമയത്തും നിങ്ങളുടെ മനസ്സിലേക്ക് ആ പേര് ഓടി വരും. കാരണം ബഷീറിന്റെ എഴുത്തുകൾ അത്ര രസകരമാണ്. നമുക്കത് കൃത്യമായിട്ട് അറിയാം അല്ലെ. ഓരോ ഭാഗങ്ങളും അല്ലെങ്കിൽ ഓരോ കഥകളും ഒക്കെ നമ്മൾ അറിയുന്നതിലൂടെ അദ്ദേഹത്തിന്റെ രചനാ ശൈലിയൊക്കെ നമുക്കറിയാലോ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിക്കാത്തവർ ഇന്ന് തന്നെ വായിക്കാൻ പോവുകയാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇന്ന് വന്നത് അല്ലേ. ബഷീറിന്റെ രചനാ ശൈലി എന്ന് പറയുന്നത് പാത്തുമ്മയുടെ ആട്. ബഷീർ ദിനമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മയായിട്ടും അല്ലെ ബഷീറായിട്ടും ഒക്കെ വേഷം ഇടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. സ്കൂളുകളിൽ വിവിധ പരിപാടികൾ ഉണ്ടാവൂലേ ആ സമയത്ത്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ബഷീറിന്റെ പ്രത്യേകത എന്താണ്? വളരെ ഹാസ്യാത്മകമായിട്ട്, വളരെ രസകരമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ് ഓരോ പുസ്തകങ്ങളും, ഓരോ കഥകളും, ഓരോ നോവലുകളും അല്ലേ. അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആകെ നമുക്ക് എന്താണ്, ചിരിച്ച് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിലാവാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബഷീർ തന്റെ പുസ്തകങ്ങളൊക്കെ ആട് തിന്നുന്ന കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു പാത്തുമ്മയുടെ ആടിലൂടെ അല്ലേ. ബഷീറിന്റെ വീട്ടിലെ വളരെ 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 ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ബഷീർ ആടുകളെയും കണ്ടത്. ബഷീറിന്റെ പെങ്ങൾക്കൊരു ആടുണ്ട് അല്ലേ, പാത്തുമ്മയ്ക്ക് ഉണ്ടാകുന്ന ആടിന്റെ കാര്യങ്ങളും ആ വീട്ടിലെ കാര്യങ്ങളും ഒക്കെയാണ് അതിൽ പറയുന്നത്. എന്ത് രസമായിട്ടാണ് ആ കഥ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വായിക്കണം. ഇന്ന് മക്കളോട് ടീച്ചർ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ബാല്യകാല സഖി. എനിക്ക് തോന്നുന്നത് മറ്റു കഥകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അറിഞ്ഞു വായിച്ചിട്ടുണ്ടാവും അല്ലെ. ബാല്യകാല സഖി ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വിശ്വവിഖ്യാതമായ മൂക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം അല്ലെ. ടീച്ചർ സ്കൂളിൽ നിന്നും പറഞ്ഞിട്ടുണ്ടാവണം. എന്റെ ഉപ്പൂപ്പൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു. പേരിന്റെ ഒരു ഭംഗി നോക്കൂ കേട്ടോ. പേരിന്റെ ഒരു രസകരമായ കാര്യം നോക്കൂ. എന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. എന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നല്ല ബഷീർ തന്റെ പുസ്തകത്തിന് പേരിട്ടത്. എന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു അല്ലേ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊന്ന് വായിക്കാൻ തോന്നും. അത്തരത്തിലുള്ള രസകരമായ പേരുകളാണ് ഇന്ന് ടീച്ചർ പറയുന്നത്. ബാല്യകാല സഖിയെ കുറിച്ചാണ്. ബാല്യകാല സഖി സിനിമയൊക്കെ ആയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ബാല്യകാല സഖി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവൽ അതിമനോഹരമായ ഒരു നോവലാണ്. ഇനി നിങ്ങൾ അതൊക്കെ വായിച്ചു തുടങ്ങാം. ബഷീറിനെ വായിക്കുമ്പോൾ നിങ്ങൾ ബാല്യകാല സഖിയെ വായിക്കണം അല്ലേ. മതിലുകൾ വായിക്കണം. എൻ്റെ പൂപ്പൊക്കെ ഒരു ആനയുണ്ടായിരുന്നു വായിക്കണം. അദ്ദേഹത്തിന്റെ ഓരോ കഥകളിലും നിങ്ങളെ പുസ്തകങ്ങളിലേക്ക് അല്ലെ എഴുത്തിലേക്ക്, സാഹിത്യത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഘടകം അദ്ദേഹത്തിന്റെ ഭാഷയിലുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ടീച്ചർ പറയാണ് ബാല്യകാല സഖി. ഇതിൽ ആരാ കഥാപാത്രങ്ങൾ എന്ന് അറിയണ്ടേ? സുഹറയും മജീദും അല്ലെ. നിങ്ങളൊന്ന് ഓർക്കാം. നിങ്ങളുടെ നാട്ടിലെ, നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് നിങ്ങൾക്കൊരു സുഹൃത്തുണ്ട്. ബാല്യകാല സഖി എന്നൊക്കെ പറയുന്നത് എന്താണ്? ബാല്യത്തിൽ ഉണ്ടാകുന്ന സുഹൃത്തുക്കളെയാണ് അല്ലേ. അപ്പൊ നിങ്ങളിപ്പം വലിയ ജോലിയൊക്കെ കിട്ടി മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോയാലും അല്ലെ, വിദേശത്തൊക്കെ പോയി വരുന്നവർക്ക് അറിയാം, അവര് തന്റെ ബാല്യത്തിലുള്ള കൂട്ടുകാരുമായിട്ട്
ബന്ധം പുതുക്കാൻ ശ്രമിക്കും, ഉണ്ടാവാറില്ലേ? അവരുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കും. നാട്ടിൽ വരുമ്പോ പഴയ ചങ്ങായിമാരെ കാണാൻ പോവാന്ന് പറഞ്ഞ് ഗൾഫിൽ നിന്നൊക്കെ വന്നവര് വൈകുന്നേരം ആവുമ്പോ അങ്ങ് ഇറങ്ങും അല്ലേ. പിന്നെ അവരുമായിട്ട് കഥയൊക്കെ പറഞ്ഞല്ലേ, നാട്ടിലുള്ള ഒരു ഗ്യാങ് അതൊക്കെ. അപ്പൊ എന്റെ മക്കൾക്ക് കുറേ വലുതായിട്ട് ജോലിയൊക്കെ കിട്ടി പോകുമ്പോഴാണ് ഈ ബാല്യത്തിലുള്ള സുഹൃത്തുക്കളുടെ ആ ഒരു വിലയൊക്കെ മനസ്സിലാവുക അല്ലേ. ബാല്യകാല സഖി എന്ന് പറയുന്ന ഈ ഒരു കഥയിലും പ്രധാന കഥാപാത്രമായി വരുന്നത് സുഹറയും മജീദുമാണ്. അദ്ദേഹത്തിന്റെ നോവലാണ് കേട്ടോ ഇത്. സുഹറയും മജീദുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. സുഹറയും മജീദിനെ കൊണ്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സുഹറയും മജീദും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. സുഹറ എന്ന് പറയുന്നത് കണക്കിലൊക്കെ മിടുക്കിയായ ഒരു കുട്ടിയാ. എന്നാല് മജീദോ മണ്ട ശിരോമണിയാണ്, അങ്ങനെയാണ് പറയുന്നത്. മണ്ട ശിരോമണിയാണ്. അപ്പൊ നാരായണ പിള്ള സാറ് ക്ലാസ്സിൽ നിന്നും ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞു സുഹറ പെട്ടെന്ന് തന്നെ കണക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് ഉത്തരങ്ങളൊക്കെ പറയുന്ന ഒരു കുട്ടിയാണ്. മജീദോ കണക്കിൽ വളരെ വീക്കാണ്, മണ്ട ശിരോമണിയാണ് എന്നാണ് അധ്യാപകരുടെയൊക്കെ വെപ്പ്. ഞാൻ ബഷീറോ എന്ന് പറഞ്ഞത് ബഷീറിന്റെ ഒരു കഥയാണ് ഇത് എന്നും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ കഥാപാത്രത്തിന്റെ പേര് ആരാണ്? നമ്മുടെ സുഹറയും മജീദുമാണ്. അങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ് മക്കളെ. ഒരു ക്ലാസ് മുറി, നിങ്ങളുടെ ഒരു ക്ലാസ് സങ്കല്പിക്കുക. നിങ്ങളുടെ കണക്കിന്റെ മാഷ് ക്ലാസ്സിലേക്ക് വരാണ്. കണക്കിന്റെ മാഷ് ക്ലാസ്സിലേക്ക് വരുന്നവരോ നിങ്ങൾ എല്ലാവരും എണീറ്റൊക്കെ നിൽക്കും അല്ലേ. എന്നിട്ട് ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നേ? പഴയ കാലാണ്. അന്ന് ഇപ്പോഴത്തെ പോലെ ഞങ്ങളെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒന്നും അല്ലല്ലേ. ഒരു വടിയൊക്കെ വീശി നാരായണ പിള്ള സാറ് ക്ലാസ്സിലേക്ക് വരാണ്. എന്നിട്ട് ചോദിക്കാണ് ഒന്നൊന്നും എത്രയാന്ന്. അപ്പൊ എല്ലാവരോടും അങ്ങനെ എല്ലാവർക്കും ഒന്നും ഉത്തരം വിളിച്ചു പറയാൻ പറ്റില്ല അല്ലേ. ചോദ്യം ആരോടാണ്? മജീദിനോടാണ് ചോദ്യം. ഒന്നൊന്നും എത്രയാന്നുള്ള ചോദ്യം. അപ്പൊ എല്ലാവർക്കും അറിയാം രണ്ടാണെന്നറിയാം. എന്നാൽ നമ്മുടെ മജീദ് എന്താണ് ഉത്തരം പറഞ്ഞതെന്നറിയോ? എന്നാലോചിച്ചു. എന്നിട്ട് പറഞ്ഞു ഒന്നൊന്നും ഇമ്മിണി ബല്യ ഒന്നാം മാഷേന്ന്. അപ്പൊ സുഹറ അപ്പുറത്തെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. സുഹറയും മജീദൊക്കെ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ അപ്പുറത്തെ സീറ്റിൽ ഇരുന്നിട്ട് സ്ലേറ്റിലൊക്കെ എഴുതി കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്ത്? രണ്ട് എന്നൊക്കെ. പക്ഷെ മജീദ് അതൊന്നും ശ്രദ്ധിച്ചില്ല. ഒന്നൊന്നും ഇമ്മിണി ബല്യ ഒന്നാ എന്ന് പറഞ്ഞു. ഒന്നും കൂട്ടിയാല് ഇമ്മിണി ബല്യ ഒന്നാന്ന് മജീദ് പറയാൻ കാരണം എന്താണ്? നമ്മുടെ മജീദിന്റെ വീടിന് മുന്നിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്, മൂവാറ്റുപുഴയാറ്. അപ്പോ രണ്ട് പുഴകള് ചേർന്നിട്ട് ഒന്നായി മാറുന്ന ആ ഒരു മാജിക് തന്റെ അനുഭവത്തില് മജീദ് തിരിച്ചറിയുന്നുണ്ട്. രണ്ട് കൈവഴികൾ ചേർന്നിട്ട് ഒരു പുഴയായി മാറുന്ന ഒരു കാഴ്ച. അങ്ങനെയാണ് ആ രണ്ടെണ്ണം ചേർന്നാൽ ഒന്നും ചേർന്നാല് എന്തായി മാറുന്നു? ഇമ്മണി വലിയൊരു പുഴയായി മാറുന്നതല്ലേ നമ്മുടെ മജീദ് കാണുന്നത്. അങ്ങനെയാണ് മജീദ് ആ ഉത്തരം പറഞ്ഞത്. നമ്മുടെ ഗണിതശാസ്ത്രത്തിലെ ഗണിതത്തിലെ ആ ഒരു എന്താണ് സൂത്രവാക്യങ്ങളെയും എല്ലാം മാറ്റി എഴുതിക്കൊണ്ട് പുതിയൊരു തത്വം ഉണ്ടാക്കുകയാണ്, പുതിയൊരു നിയമം ഉണ്ടാക്കുകയാണ്. ആര്? നമ്മുടെ കഥാപാത്രമായ മജീദ്. വളരെ രസകരമായ കുറേ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട് കേട്ടോ. ഈ പുസ്തകത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ നാരായണ പിള്ള സാറ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും മജീദിനാ? പിന്നെ അവരുടെ പഠനം എങ്ങനെയായിരുന്നു? മജീദും സുഹറയും കുറേ കാലം സുഹൃത്തുക്കളായി നിന്നോ? ഇതെല്ലാം നിങ്ങൾക്ക് അറിയണ്ടേ? ഇതറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ബാല്യകാല സഖി എന്ന് പറയുന്ന ബഷീറിന്റെ ഈ പുസ്തകം വായിക്കണം അല്ലേ. ഇത്തരം രസകരമായ സംഗതികളാണ് ബഷീർ തന്റെ എഴുത്തിലെല്ലാം, തന്റെ കൃതികളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അല്ല, എന്ത് രസാണ് ഈ പുസ്തകങ്ങളൊക്കെ. ടീച്ചറിന്റെ കുഞ്ഞു ഭാഗം മാത്രം പറഞ്ഞത് എന്താണ്? ബാക്കി ഭാഗം എന്റെ മക്കള് വായിക്കണം. മക്കള് വായിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്ന് ഒരു കുറിപ്പായിട്ട് എഴുതി വെക്കണം. അപ്പൊ കുറിപ്പായിട്ട് വെറുതെ അങ്ങോട്ട് എഴുതി വെച്ചാൽ പോരാട്ടോ. പുസ്തകത്തിന്റെ പേര്, ഇപ്പൊ നിങ്ങൾ ഏത് പുസ്തകം വായിക്കുന്ന, ടീച്ചർ ഇത് വെറുതെ പറഞ്ഞതാണ് ഈ ബാല്യകാല സഖി എന്നുള്ളത്. നിങ്ങൾക്ക് ഏത് പുസ്തകമാണോ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് ഏത് പുസ്തകമാണോ കിട്ടുന്നത്, അതൊക്കെയാണ് എന്റെ മക്കള് വായിക്കേണ്ടത് കേട്ടോ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? പുസ്തകത്തിന്റെ പേര് ഇപ്പൊ ബാല്യകാല സഖി ആണെങ്കിൽ ബാല്യകാല സഖി എന്ന് എഴുതണം. ബാല്യകാല സഖി അല്ലേ. പിന്നെ എന്തെഴുതണം? ആരാണ് പുസ്തകം എഴുതിയത്? ബഷീർ എന്ന് എഴുതിയാലും മതി. ബഷീർ
ഇത് ഏത് വിഭാഗത്തിലാ പെടുന്നത്? വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നോവലാണോ കഥയാണോ എന്നൊക്കെയാണ്. അപ്പൊ നോവൽ വിഭാഗത്തിലാണ്. ആ പുസ്തകത്തിന് എത്ര വില വരുന്നുണ്ടോ എന്ന് എഴുതി. ഇപ്പം ആദ്യത്തെ വിലയിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടാവും അല്ലെ? അപ്പൊ 50 രൂപയാണെങ്കിൽ 50 രൂപ. ആരാണ് പബ്ലിഷ് ചെയ്തത് അല്ലെ? പബ്ലിഷ് ചെയ്ത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന പുസ്തകം ആരാണ് പബ്ലിഷ് ചെയ്തത് എന്ന് വെച്ചാല് ആ പുസ്തകത്തിന്റെ പേരെഴുതുക കേട്ടോ. അല്ല, ആ പുസ്തകത്തിന്റെ ആളെഴുതും. ഇപ്പൊ DC ബുക്സ് ഒക്കെ ആണെങ്കിൽ DC ബുക്സ് എന്ന് എഴുതാ. കറന്റ് ബുക്സ് ആണെങ്കിൽ കറന്റ് ബുക്സ് എഴുതാ. ഞാൻ വായിച്ച ബുക്ക് കറന്റ് ബുക്സിന്റെ ആയിരുന്നു തോന്നുന്നു, ബാല്യകാലസഖി. അപ്പോ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. എന്നിട്ടാണ് അടുത്ത പേജിൽ എന്തെഴുതി വെക്കേണ്ടത്? അടുത്ത പേജിൽ മനോഹരമായിട്ട് ആ പുസ്തകത്തെ പറ്റി, അതിലെ പുസ്തകത്തിലെ രസകരമായ കാര്യങ്ങളൊക്കെ വെച്ച് മക്കൾ എന്ത് എഴുതണം? കുറിപ്പ് തയ്യാറാക്കണം. എന്ത് തയ്യാറാക്കണം? കുറിപ്പ് തയ്യാറാക്കണം അല്ലേ? അങ്ങനെ നിങ്ങളുടെ വായന ഇങ്ങനെ വളരട്ടെ. വളർന്ന് വളർന്ന് നിങ്ങളൊരു പുതിയ ഒരു ലോകം സൃഷ്ടിക്കട്ടെ വായനയുടെ. വായന മരിക്കുന്നില്ലല്ലോ, ഇല്ല. അപ്പൊ ടീച്ചർക്ക് പറയാനുള്ളത് ഇതാണ്. വായനയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം കാര്യങ്ങളുമായിട്ട് ടീച്ചർ ഇനിയും വരാം. മക്കള് എന്തായാലും പുസ്തകം വായിക്കണം. വായിച്ചിട്ട് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. ടീച്ചറെ, ഞാൻ ഈ പുസ്തകം വായിച്ചു, അല്ലെങ്കിൽ ഇതിന് ശേഷം ഈ കഥ എങ്ങനെയായിരുന്നു? അപ്പൊ ബാല്യകാലസഖി അടിപൊളിയായിട്ട് നിങ്ങൾ വായിക്കണം. ബഷീറിന്റെ മറ്റു കൃതികളെ വേണമെങ്കിൽ ടീച്ചർ ഇനിയും പരിചയപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും ഓരോരുത്തരുടേതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം പുസ്തകങ്ങളിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ട് വരാം. അപ്പൊ നിങ്ങൾ എല്ലാവരും വായിക്കുക. ഒരുപാട് സ്നേഹത്തോടെ ടീച്ചർ ഇപ്പൊ നിർത്താണ്. മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.